ഹായ് ഫ്രണ്ട്സ്, കൈരളി പെറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ ഒരു ഗിവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ചെറിയ കാരണം കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മളെ ഗിവേൻ്റെ കാര്യങ്ങളും അതുപോലെ കുറച്ച് ഫിഷൊക്കെ നമ്മളിപ്പോൾ സെയിലിനായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കൊറിയർ താൽക്കാലികം നിർത്തിയിരുന്ന ഫിഷ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കൊറിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിലിനുള്ള ഫിഷും അതുപോലെ ഗീവേൻ്റെ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ഗീവേയാണ്. നമ്മൾ അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ആവാത്ത ചെറിയൊരു ചാനലാണ്. അപ്പോൾ എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ വലിയ ഗീവേ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പ്രൈസായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 5 ഐറ്റം ഫാൻസി ഗപ്പികളാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഐറ്റമാണ് അതുപോലെ സെയിലിനുള്ള ഫിഷ് അതൊക്കെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം വീഡിയോൻ്റെ ലാസ്റ്റ് എങ്ങനെയാണ് പങ്കെടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഫിഷിനെ പരിചയപ്പെടാം. ഇപ്പോൾ നമ്മുടെ 5 പേരിൽ ആദ്യമായിട്ട് വിജയിക്കുന്ന ആൾക്ക് ഒരു ജോഡി പ്ലാറ്റിനം റെഡ് ബിഗിയറിൻ്റെ പുതിയ ലൈനേജ് ഗപ്പീസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു ബ്രീഡിങ് സൈസൊക്കെ ആയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി, നല്ല ഇയർ ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. ഏകദേശം 100% ഇയർ ഇറങ്ങണമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് വിജയിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഇവിടെ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ രണ്ടാമത്തെ വിജയിക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആൽബിനോ സ്നേക്ക് സ്കിൻ കോബ്രയാണ്. ഇത് നമ്മളന്ന് കോമ്പറ്റീഷൻ കൊണ്ടുപോയിട്ട് 3rd കിട്ടിയതിൻ്റെ കുട്ടികളാണ്. ഇത് ഏകദേശം ഒരു അഡൾട്ട് സൈസ് ആയിട്ടുണ്ട്, ബ്രീഡിങ് സൈസായി. നല്ല ടൈലൊക്കെ വെക്കുന്ന ഒരു ഐറ്റാണ്. നല്ല രീതിയിൽ ഡോർസലും വരും. ആൽബിനോ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡിലുള്ള പ്രിൻ്റാണ്. സ്നേക്ക് സ്കിന്നിൻ്റെ ആ പ്രിൻ്റ് നല്ല രീതിയിൽ തെളിഞ്ഞു കാണും. ഇത് മാർക്കറ്റിൽ നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റംസാണ്. ഇതിപ്പോൾ സെയിലിനായിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ പ്രൈസ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫുൾ ഗോൾഡ് ഗപ്പിയാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. ഫീമെയിലും ഏകദേശം നല്ല കളർ ഉണ്ടാവും. ഇത് പിന്നെ ഫുഡ് റെഡി അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ റെഡ് ഷെയ്ഡ് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫ്ലേക്സും പ്രിൻസിനും അങ്ങനത്തെ ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. ഇതിപ്പോൾ ഇവിടെ സെയിലിന് ആയിട്ടുണ്ട്. പിന്നെ നാലാമത്തെ ഐറ്റംസ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സിൽവറാഡോ ആണ്. സിൽവറാഡോ ഇപ്പോൾ അധികം ഒന്നും ആയിട്ടില്ല മാർക്കറ്റിൽ വന്നിട്ട്. നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റംസാണ്. ബോഡിയുമ്പം ഒരു സിൽവർ കളർ കയറും, ടൈല് റെഡ് ആവും. നല്ല രീതിയിൽ കുട്ടികളൊക്കെ കിട്ടുന്ന ഒരു ഐറ്റംസാണ്. കുട്ടികളധികം കഴിക്കാറില്ല. ഇതിപ്പോൾ ഏകദേശം ഇവിടെ സെയിലിനായിട്ടുണ്ട്. അഞ്ചാമത്തെ പ്രൈസാണ് മോസ്കോ വയലറ്റ്. മോസ്കോ വയലറ്റിൻ്റെ ഹൈ ഡോർസലാണ്. നല്ല ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഒരു ചെറിയ ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും. ഇത് മാർക്കറ്റിൽ നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റംസാണ്. സോൾട്ട് കളറാവുകൊണ്ട് പിന്നെ കുട്ടികളെ തീരെ കഴിക്കൂല, നല്ല കുട്ടികളെ കിട്ടും. ഇതിപ്പോൾ ഇവിടെ സെയിലിനായിട്ടുണ്ട്. ഈ 5 ഐറ്റംസാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ സെയിലിനുള്ള ഐറ്റംസുകളാണ്. AFR ഫാൻഡൈലാണ്, ആൽബിനോ ഫുൾ റെഡ്. ഇതിൻ്റെ ജുവനയിലാണ്, സൈസായി വരുന്നേ ഉള്ളൂ. കളറൊന്നും മൊത്തത്തിൽ കയറിയിട്ടില്ല. നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ്. അടുത്തൊരു ഐറ്റം സെയിലിനായിട്ടുള്ള ഇതാണ് വയലറ്റ് കോബ്ര. നല്ല വീതിയുള്ള ടൈലായിക്കാരം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റമാണ്. ചെറിയ വയലറ്റ് കളറും നമുക്ക് കോബ്രൻ്റെ പ്രിൻ്റ് ഉണ്ടാവും ബോഡിമേ. അതാണ് അടുത്തൊരു സെയിലിനായിട്ടുള്ള ഐറ്റം, യെല്ലോ ലേസ് പറഞ്ഞ ഐറ്റം. ഇതിൻ്റെയും പ്രത്യേകത തന്നെയാണ് ഈ ബോഡിമുള്ള ഈ പ്രിൻ്റ് തന്നെയാണ്. പിന്നെ ഫീമെയിലിന് പിന്നെ കളർ ഉണ്ടാവില്ല, അതിൽ ഗ്ലാസ്സിലിട്ടാലാണ് ഇതിൻ്റെ ഭംഗി കാണുള്ളൂ. ഈ ഐറ്റംസാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഫിഷ് വേണമെന്നുള്ളവർ വാട്സപ്പിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പിന്നെ നമ്മളെ ഗീവ് വിജയികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോക്ക് താഴെ ഒരു കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു മൊബൈൽ നമ്പർ, ഈ മൊബൈൽ നമ്പർ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇമെയിൽ ID വെച്ചാലും മതി. എന്തെങ്കിലും ഒരു കമൻറ്റ്, നിങ്ങളെ വീഡിയോ ചാനലിനെ പറ്റിയിട്ട് അഭിപ്രായം, അങ്ങനെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കമൻറ്റ് സെലക്ട് ചെയ്യുന്നത് കമൻറ്റ് പിക്കർ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഈ ആപ്ലിക്കേഷനിൽ ഒരേ ഐഡിയിൽ നിന്ന് ഒന്നിൽ കൂടുതൽ കമൻറ്റ് വന്നാലൊക്കെ സ്പാമായിട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഒരു കമൻറ്റും സ്വീകരിക്കില്ല. അപ്പോൾ ഒരു ഐഡിയിൽ നിന്ന് ഒരു കമൻറ്റ് മാത്രം ചെയ്യുക. പിന്നെ ഈ കമൻറ്റിൽ എന്തായാലും നിങ്ങളെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ കഴിയില്ല. യൂട്യൂബിൻ്റെ ID വെച്ചിട്ടൊന്നും ആരെ കമൻറ്റ് ചെയ്തെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ കമൻറ്റാണ് സെലക്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വിജയിനെ കണ്ടെത്തും. അതുകൊണ്ട് എല്ലാവരും കമൻറ്റിൽ എന്തായാലും കോൺടാക്റ്റ് ഇൻഫർമേഷൻ ഉൾപ്പെടുത്തുക. അപ്പോൾ ഗീവേൻ്റെ വിജയികളെ നമുക്ക് ഞായറാഴ്ച സെലക്ട് ചെയ്യാം. ഞായറാഴ്ച ഒരു ലൈവ് വീഡിയോ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ലൈവായിട്ട് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ കറക്റ്റ് സമയം ഞാൻ ആ ടൈമിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈവിൽ വരണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.